ഇത് വേദലക്ഷ്മിയും നോറയും മസ്താനിയും ഇത് വേദലക്ഷ്മിയും ആദിലയും മസ്താനിയും. ഇതിനകത്ത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവര് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു. ഈ ആദില നൂറ എന്ന് പറയുന്നവര് ലെസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു. ഈ ലെസ്ബിയൻ കപ്പിൾസ് LGBT ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്ന ലക്ഷ്മി. അപ്പോ ലക്ഷ്മിയും ആദിലയും കൂടെ ഫോട്ടോ എടുത്തപ്പോഴത്തേനും, അല്ലെങ്കിൽ ഇവര് ഓപ്പോസിറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആളുകളല്ലേ, ഇവരെങ്ങനെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് ചോദിച്ചുകൊണ്ട് മുമ്പത്തെ ബിഗ് ബോസ് താരമായിട്ടുള്ള നൂറ മുസ്കാൻ രംഗത്ത് വന്നു. അതിനെതിരെ ലക്ഷ്മി നൂറെ വാരിപ്പെറുക്കി അലക്കുന്ന പോലത്തെ ഒരു റിപ്ലൈ കൊടുത്തു. നമുക്ക് ആ റിപ്ലൈ ഒക്കെ ഒന്ന് കണ്ടോക്കാം. അല്ലെങ്കിൽ പ്രശ്നമുള്ളവരുണ്ടോ? ഉണ്ടല്ലേ. ആരായി നൂറ മുസ്കാൻ? ഇത് മറ്റേ ലാഭന്മാരുടെ എഡിറ്റിംഗ് പോലെ ഉണ്ടല്ലോ. സ്നേഹം മാത്രം പറക്കട്ടെ, ഡ്രേക്കിന്റെയും ഹക്കീമിന്റെ ഒക്കെ എഡിറ്റിംഗ് പോലത്തെ ഒരു സാധനം കോപ്പിയാണല്ലേ. ദിസ് വീഡിയോ ഈസ് ഫോർ യു. റീസെന്റ് ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അതിൽ ബിഗ് ബോസിലെ കുറച്ച് ടോക്ക് ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും ആദിലയൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമിൽ ഞാനും ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നൊരു സംഭവം ഉണ്ട് ആ പോസ്റ്റിനകത്ത്. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ മെസ്സേജസ് വരാൻ തുടങ്ങി. ഞങ്ങളെ ഒരേ ഫ്രെയിമിൽ കണ്ടതിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദിലെ വിളിച്ചു. അപ്പൊ എന്റെ കയ്യിൽ ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തിലെന്നും ആദില ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ലക്ഷ്മിയും ഈ ആദില നൂറയും ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഇവര് തമ്മിൽ ഈ ആദില വ്ളോഗുകൾ എടുക്കുന്നുണ്ട്, ആദില നൂറ അവരുടെ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെന സ്ഥിരമായിട്ട് വ്ളോഗുകൾ ഇടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വ്ളോഗ് ഇട്ടപ്പോഴത്തേനും ഈ ലക്ഷ്മിയും അതേപോലെ തന്നെ ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേനും ബിഗ് ബോസിൽ ഇവരുടെ പ്രകടനം വെച്ചിട്ട് ബിഗ് ബോസിൽ ഈ ലക്ഷ്മി ആദില നൂറെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, ഞാൻ ഇവരെ എന്റെ വീട്ടിൽ കയറ്റൂല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ലക്ഷ്മി ഒരു ഫോട്ടോ എടുത്തതിനെ ചൊല്ലി ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു. അതിനെ തുടർന്ന് ലക്ഷ്മി ആദിലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അന്നിട്ട് ഫോട്ടോ ഒന്ന് പുറത്ത് വിട്ടോട്ടോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി പുറത്ത് വിട്ടോളാൻ പറഞ്ഞു. ഈ പുറത്ത് വിട്ടപ്പോ നമ്മുടെ ഇത് കൊളാബായിട്ടാണ് അടിച്ചത്. കൊളാബ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഈ ഫോട്ടോ ഇട്ടു, ആദിലമോളെ ഞാൻ തന്നെ ഈ ഫോട്ടോ കൊളാബ് അടിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിന്റെ ഐഡിയ ഈ സാധനം വരും എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആദില ഇത് അപ്രൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനോട് ഈ ആദില നൂറയ്ക്ക് എതിർപ്പില്ല എന്നതാണ് അതിന്റെ മീനിങ്. ആണല്ലോ, അങ്ങനെ തന്നെ ആണല്ലോ. എതിർപ്പുണ്ടെങ്കിൽ നമ്മളെ കൊളാബ് അപ്രൂവ് ചെയ്തില്ലല്ലോ. അന്നേരം നൂറ മുസ്കാൻ, ഈ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള നൂറ മുസ്കാൻ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, ഫോട്ടോ കൊളാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ഓക്കെ, നൂറ ഇതിന്റെ താഴെ പോയി അനാവശ്യമായി വള്ളി പിടിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തോട്ട പിടിച്ച സാധനം തന്നെയാണ് നൂറ ചെയ്തിട്ടുള്ളത്. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത സാഹചര്യത്തിൽ അവരവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ താഴെ നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ കോമൺ മാൻ അല്ല. ഒരു കോമൺ മാൻ വന്ന് കമന്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം അവൻ ബോധമില്ലാതിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നൂറ ഇതിന് മുമ്പത്തെ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു സെലിബ്രിറ്റി ആയിരിക്കെ ഈ ആദിലയായിട്ടൊക്കെ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള നൂറ വന്നിട്ട് കുറെ അപരാധ കമന്റുകൾ, ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, സംഭവം അറിയാലോ, മോൻ എന്റെ മക്കൾ ഈ സാധനങ്ങളൊന്നും കാണുന്നതിന് ഞാൻ യോജിപ്പില്ല എന്നാണ് ഈ LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച് ലക്ഷ്മി വാദിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ ആ സാധനം പറയുന്നത്. ഫോട്ടോ കൊളവ് മാത്രമേ ഉള്ളൂ അതോ വീട്ടിൽ കയറ്റുവോ? ഈ നൂറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണ്. ആ ഷോയ്ക്കകത്ത് പല കാര്യങ്ങളും അവർ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ച കാര്യങ്ങൾ നിങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോകുമ്പോൾ നിങ്ങൾ കാണിച്ച എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇറങ്ങിയതിനു ശേഷം ഞാൻ അങ്ങനെ കേട്ടോ, നീയായിട്ട് യാതൊരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് മെച്യൂരിറ്റി ഇല്ലായ്മയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി അവർക്ക് തമ്മിൽ ആദിലയ്ക്കും നൂറയ്ക്കും ലക്ഷ്മിക്കും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. കണ്ടിരിക്കുന്ന നൂറ മുസ്കാന് പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. നഹി എന്ന് പറഞ്ഞ നഹി, ആ സാധനമാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. നിങ്ങൾ എതിരഭിപ്രായം ഉള്ളവരല്ലേ, നിങ്ങൾ ഒരിക്കലും പരസ്പരം മിണ്ടാൻ പാടില്ല. നിങ്ങൾ പരസ്പരം എതിർത്തുകൊണ്ടേയിരിക്കണം. ഈ സാധനമാണ് നൂറയുടെ സൈഡിൽ നിന്ന് വന്നൊരു സാധനം. നല്ല സാധനമാണ്. ലക്ഷ്മിക്ക് പറയാനുള്ള ബാക്കിയൊക്കെ അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നോട് പറയാനുള്ളത്,
ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയ്ക്ക് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യരുതെന്നോ പറയാൻ പറ്റത്തില്ല. കറക്റ്റ്. നമ്മള് വി.ഡി. സതീശനും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഒരു സ്റ്റേജ് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവരെന്ത് സൗമ്യമായിട്ട് സംസാരിച്ചേ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സാർ എന്നാണ് അഭിസംബോധന ചെയ്തത്. അതേസമയം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെയാണ്. നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ എവിടെ കണ്ടാലും നമ്മൾ കലിപ്പായിരിക്കണം, മുഷ്ടി ചുരിക്കണം, അങ്ങനെ ഇരിക്കണോ അല്ല, പോയി കുത്തിക്കയറ്റണോ എന്നല്ല അതിന്റെ അർത്ഥം. അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വേറെ, നമ്മൾ ഒരാളോട് പെരുമാറുന്ന നമ്മുടെ ബേസിക് ഹ്യൂമാനിറ്റി വേറെ. ഇതൊക്കെ ഇനി നൂറ് എന്ന് മനസ്സിലാക്കാനാണെന്ന് എനിക്കറിയില്ല. ഈ നൂറ് അതിനകത്ത് നിന്ന് ഇപ്പോ സിജോയായിട്ടാണ് തോന്നുന്നു. സിജോയായിട്ടൊക്കെ പൂരടക്കല്ലായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് സിജോയായിട്ട് അളിയ കമ്പനി മോന്തയ്ക്ക് പോയി ക്രീം പരിപ്പരട്ടുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് നിലപാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ചിലപ്പോൾ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല. അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം, ജീവിത പശ്ചാത്തലം, വിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം. അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല, ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാ. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് ആദിലെടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ അക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും. കറക്റ്റ് സാധനം. ലക്ഷ്മി വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട്. കാരണം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിനകത്ത് നമുക്കിരുന്ന് വന്ന് അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇല്ല. വളരെ കൃത്യമായിട്ട് ലക്ഷ്മി അവരുടെ പോയിന്റുകൾ പറയുന്നുണ്ട്. ഇപ്പോ നൂറ വെച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി LGBT കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നൂറ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണമല്ലോ സംസാരിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് രോക്ഷം കൊള്ളേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നൂറയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നീ എതിർക്കുന്നതാണോ, നീ മിണ്ടാൻ പാടില്ല, നീ അവരെ നോക്കാൻ പാടില്ല, നീ മാറി നടന്നോണം, നീ അനുകൂലിക്കുന്ന ആളാണ്, നീ കുഴപ്പമില്ല, നീ വന്നോ, ഇതാണ് സാധനം. അവർക്ക് ആ ആശയത്തോടാണ് എതിർപ്പ്. ഈ ഒരു സാധനം ജനറലൈസ് ചെയ്യുന്നു, ജനറലൈസ് ചെയ്ത് ഇത് പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ ആശയങ്ങൾ. ഈ ആശയങ്ങൾ വെച്ചിട്ട് LGBT ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനെയാണ് ലക്ഷ്മി എതിർക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നൂറയ്ക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയും അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കിയെത്താം. മറ്റൊരാളോട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഒരുമിച്ച് ഫോട്ടോ എടുക്കാം, ഒരു വേദി പങ്കിടാം. ഇൻസോംനിയ എന്നുള്ളൊരു മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വിശ്വാസങ്ങൾ ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അത് ബൗണ്ടറി പ്ലസ് സിവിലിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ അതിലെടുത്ത് ഞാൻ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്നല്ല, ഒരു സാമൂഹിക പരിഗണന, ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. സോ നൂറ, എനിക്കും ആദിലേക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. പ്രശ്നമാണ് ഈ സ്നേഹം പറക്കട്ടെ പുള്ളിയുടെ തന്നെ കേട്ടോ. അപ്പൊ പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെ അടിച്ചതാണ്, കുഴപ്പമില്ല. ഡ്രേക്കിന്റെ സ്റ്റൈലാണ്. അപ്പൊ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിലയുടെ നൂറ മുസ്കാന്റെ ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും അതിനകത്ത് മെജോറിറ്റിയിലും ഈ ആദിലെ നൂറ ഉണ്ട്. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആദിലയോടൊന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ, ഇങ്ങനെ ഫോട്ടോ കാണുന്നു, നിങ്ങൾ തമ്മിൽ എന്തൊരു പരിപാടി കാണിച്ചേ? നിങ്ങൾ ചോദിക്കാനുള്ള ഫ്രീഡം ആദിലയോട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ പോയി നമ്മുടെ ലക്ഷ്മിയോട് പോയി ഇമാതിരി കമന്റുകൾ ഇട്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലും നേരെ കയറുന്നത്, ചുമ്മാ ഇവിടെ വെറുതെ നിൽക്കുക, ഇത് ഒന്ന് ഏറെ കയറിയിട്ട് വരാൻ പറഞ്ഞ് വലിഞ്ഞ് കയറുന്ന ഒരു സാധനമാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ആദില പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ പോസ്റ്റുകളാണ്. ഇതിനകത്തെല്ലാം നമുക്ക് നൂറേനെയും അതുപോലെ തന്നെ ആദിലേനെയും കാണാൻ പറ്റും. നൂറ മുസ്കാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ്. ഇതിനകത്തെല്ലാം നമുക്ക് ആദിലേനെയും നൂറേനെയും കാണാൻ പറ്റും. ഇതാണ്ട് ഇവര് മറ്റേ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. റസ്മിൻ ഭായ് ഉണ്ട്, അതിനകത്തും അവരുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ സൗഹൃദത്തിന്റെ പേരിൽ നിങ്ങൾ ഒരുമാതിരി മോശക്കാരാകാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അത് കൊളാ വിട്ടിട്ടുള്ളപ്പോൾ അത് ആദിലയുടെയും നൂറയുടെയും താല്പര്യത്തോടെ അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾ അവരോടും കൂടെ സംസാരിച്ചതിന് ശേഷം ഇമാതിരി പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ഇവിടെ നിലനിർത്താൻ സാധിക്കും. ഇവിടെ ഇപ്പൊ ലക്ഷ്മി അവരുടെ നിലപാടുകൾ കറക്റ്റായിട്ട് പറഞ്ഞു. അവര് മാസടിച്ച് കയ്യടി മേടിച്ചു. നൂറയുടെ കാര്യം എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം. നൂറ് എന്തായാലും ഒരു പ്രതികരണമായിട്ട് വരും, ഉറപ്പായിട്ടും വരും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കൊണ്ടുള്ള